1.5 ഏക്കർ വരുന്ന താമരക്കുണ്ട് വറ്റിച്ച് മീൻ പിടിക്കുന്ന ഒരു അടിപൊളി മീൻപിടുത്ത കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ 1.5 ഏക്കർ വരുന്ന താമരക്കുണ്ടിൽ നിന്ന് 2 ദിവസങ്ങളായിട്ടാണ് കേട്ടോ മീൻ പിടിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേയിൽ പിടിച്ചിട്ടുള്ള മീനുകളും അതുപോലെ ആ ഒരു മീൻപിടുത്ത കാഴ്ചകളൊക്കെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ആ ഒരു വീഡിയോ കാണാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമ്മളെ ചാനൽ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ആ ഒരു വീഡിയോയിൽ ഈ ഒരു 1.5 ഏക്കർ വരുന്ന താമരക്കുണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഇന്ന് 2ാം ദിവസം മീൻപിടുത്തമാണ്. അപ്പോൾ ഇന്നത്തോടെ ഇതിലുള്ള കംപ്ലീറ്റ് മീനും പിടിക്കും. അപ്പോൾ ഇന്നലെ കിട്ടിയതും അതുപോലെ ഇന്ന് കിട്ടിയിട്ടുള്ള മീനുകളും കൂട്ടിയിട്ട് ടോട്ടൽ ഈ ഒരു 1.5 ഏക്കറിൽ നിന്ന് എത്രത്തോളം മീൻ നമുക്ക് കിട്ടിയെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവരെ മീൻപിടുത്ത കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതേ ഇന്നലെ പിടിച്ചിരുന്ന മീനുകളൊക്കെ കൊടുന്നാക്കിയിരുന്ന ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇന്നും മീനൊക്കെ കൊടുന്നാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആ ഒരു ചാർപ്പായിലോട്ട് വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സുഹൃത്തിനെ കടുത്തിയതാണ്. ഈ കടുവിനെ നമ്മളെ ശ്രീധരേട്ടൻ പിടിച്ചതിലോട്ട് കൊടുന്നാക്കിയിട്ടുണ്ട്. ഒരു ഒന്നാം കിടത്തുന്നുണ്ട്. അയ്യോ പുറത്തൊക്കെ ഇടുന്നു. എന്താ വലക്കോട്ടുണ്ടോ? കണ്ണം കിടക്കുന്ന കിടക്കുന്നുണ്ടോ? അതെ കുട്ടിയൊക്കെ അതിനടുത്ത് കുടത്തിലോട്ടിട്ടാണ്. സൈസ് സാധനം അടിപൊളി കണ്ണ. സൈസ് ടോപ്പ് കണ്ണല്ലേ ഇതൊക്കെ അടിപൊളി കണ്ണല്ലേ. അപ്പോൾ അത് നമ്മൾ കിട്ടുന്നതൊക്കെ ഇങ്ങനെ ചേറ്റിലിങ്ങനെ മെല്ലെ ഈ ഇലയൊക്കെ വെട്ടുന്നതിനിടയിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് വല കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കോരിയെടുക്കുകയാണ്. അത് ജോടെടുക്കല്ലേ. ആ വക്കറ്റിനോ സാധിക്ക, ആ വക്കറ്റിനോട്ടാ ആ കൊടോ കൊടോ അടുത്തത്. അവിടെ തപ്പല്ലേ പൊന്നാട് പോയി ചെങ്ങോട്ട് പോരെ. ഇവിടെ നിന്ന് തപ്പി പോന്നേച്ചി തപ്പലേരല്ലേ തപ്പിക്ക. ആ ചെറുതാ ചെറുതൊന്നല്ല.
പുറത്തേക്ക് പോയത് അതെത്തിയാ ഓർഡർ വെച്ചാ ബിസ്ക്കറ്റ് ഇത് കോഴിക്കുണ്ടാവും പരിക്കാണ് എടുത്തിയാ പോയി പോയി ആൾ പോക്കോനെ പോയി ആൾ ചണ്ടിട്ടോ കിട്ടുന്നതൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് മീനാണ് ഗൈസ്. ഇങ്ങനെ പെറുക്കി പെറുക്കി എടുത്തിടുകയാണ്. ചെറിയ കൊട്ടക്കോലുകളാണ്. സൈസ് ഉണ്ട് ഗൈസ്. കയറ്റി പറഞ്ഞേക്ക് വള്ളത്തിട്ട് നീ പണിയിട്ടു. ആ വള്ളം കൊണ്ട് വിൽക്കണേ, അല്ലെങ്കിൽ സൈസുള്ള കഥ ബക്കറ്റ് കടി വിട്ടായില്ലേ ബക്കറ്റ് ഒന്ന് കെട്ടി വറക്കാൻ ചെയ്ത് വേഗം പരിപാടി ചേർന്ന 4 പാത്രം കൊടുത്താ വേഗം പിടിച്ചിക്കട മറേ ഇല്ലാന്നോ മീഡിയം സൈസ്. ശ്രദ്ധിക്കണ കേട്ടോ. ചവിട്ടെന്തെങ്കിലും കൂടിയ ചൈനയാണ്, നല്ല നാടൻ. ചൈന അത്ര അല്പം നോക്കൊന്നും പിന്നെ ഇല്ല കരിമാക്ക് എന്തൊക്കെ പറഞ്ഞു അത്ര അല്പം ഉണ്ടാവും. കൊണ്ടോടാ എടുത്തരാ മീൻ കിട്ടാ ആ ബക്കറ്റിൽ വാർക്കുന്നു. എവിടെയാണ് ആ ഇല കൊണ്ട് കുട്ടിക്കണ്ടല്ലേ ഇതേ മൈക്ക് എടുക്കണ്ടാവും. അപ്പോൾ അത് ഇല ഇങ്ങനെ മാറ്റി പോകുന്തോറും നല്ല മുട്ടിക്കണ്ട സൈസ് സാധനങ്ങളാണ് ഇത് കയറുന്നത്. നല്ല നാടൻ വരാലാട്ടോ. ഞാൻ നോക്കി ഓനെ കുത്തിയില്ലാന്ന് ഉറക്കല്ലേ
വെള്ളം കേട്ടാ വെള്ളം പോയി കിട്ടും കോരിക്കോ എനിക്കറിയാലോ പിടിച്ചിട്ടാ മതി ഞങ്ങൾ പിടിച്ചില്ലാന്ന് പറഞ്ഞോണ്ടാ പിടിച്ചാത്തെ അത് തരാം അല്ല പോയിക്കോട്ടെ നല്ല സൈസുള്ളൊരു വരാല് ഇവിടെ ഇത് അങ്ങോട്ട് പോയി എൻ്റെ കാലിമ തട്ടിട്ട് ഹെവി സാധനങ്ങളാട്ടോ ഇതെൻ്റെ കാലിൻ്റെ ബാക്കിൽ മുറായി ഉണ്ടോ ഓ നിൽക്കൂല ചാടും ചാടി അടുത്തൊന്ന് കയറിയിട്ടുണ്ട് നല്ലൊരു സാധനം അല്ലേ നല്ലൊരു സാധനമല്ലേ കാലിലെട്ട് എൻ്റെ കാലിലെട്ട് മുമ്പറിൻ്റെ അവിടെ അവിടെ ഇതാ ഇവിടെ വലയൊക്കെ കയറി തന്ന് നിങ്ങളെ കൊണ്ട് പറ്റൂല ഞാൻ തന്നെ കയറിക്കോളാം അതൊക്കെ പാടെ പറ്റിയിട്ട് ആവിനെ അവിടെ പിടിച്ച് കാണിച്ചു അയ്യോ ചേറ്റിനടിയിൽ കാണി കിടക്കണം തരാം ഞാൻ പിടിച്ച് അതിങ്ങനെ പോവാനായോ ലോഡായോ ലോഡായിട്ടില്ല പോണ്ട അപ്പോൾ പോക്കറ്റിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഇടുന്നത്. കൈ കിട്ടുന്നതൊക്കെ പെട്ടെന്ന് വലയില്ലാത്ത സമയത്ത് പോക്കറ്റിൽ ലോഡ് ചെയ്യും. അതായത് വലയിലോട്ട് തട്ടുകയാണ്. എന്താ മുട്ടായി ഉണ്ടോ? പിടിച്ചതാ അടിപൊളി വരാല്. അല്ലല്ല കുറച്ച് ചെറുത് പൈസ അപ്പൊ കിട്ടുന്നതൊക്കെ നല്ല സൈസുള്ള വരാലുകളാ. അത് തല ഒടിക്കണ്ടോ? അങ്ങനെ കിട്ടൂല. അത് തളർക്കണം അവിടക്ക്. ആ കായത്തക്കോ ഇതവിടെ സൈസെല്ലാം ഇങ്ങനെ മാറ്റുമ്പോൾ കംപ്ലീറ്റ് മീന ഇതൊക്കെ കുറച്ച് വലുതാണതാ.
ഇവിടെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വലുത് 2-3-4 ഉണ്ട്. എത്തുമ്പോഴേ കിട്ടും. ഇവിടെ മാന്തിയുണ്ട്. ഇതേതാ അതിൻ്റെ വാലുമ്മ ഇതാക്കി അതിൻ്റെ മുന്നിലുള്ള ഇത് മുന്നിൽ ആ വെള്ള അതെ കണ്ടുപിടിച്ചോ പോട്ടെ. നാളെ പോകാൻ പോയിക്കോട്ടെ. ഇങ്ങോട്ട് ഇറങ്ങാനില്ല. അപ്പോൾ കിട്ടുന്നതൊക്കെ കുടത്തിലോട്ടും ഈ ബക്കറ്റിലോട്ടൊക്കെ ആയിട്ട് ഇടുകയാണ്. കുടിച്ചോ എന്തെന്ന് പറയാൻ പാടില്ല. ഞങ്ങളെ കുടിച്ചു അല്ലല്ല പോയി കോരി വരുമ്പോ സാധനം ഏതാ കോരിയത്? അയ്യോ മേലിനെ നല്ല അടിപൊളി വരാല്. വരുന്ന ബൈക്ക് കോരിയാ അത് അതിനെ വലുതൊന്നുണ്ട് പോയി അത് വിട്ടപ്പോ ഇത് വിട്ടു. കരക്കൊന്നും മാട്ട ഭക്ഷിച്ച കുളിച്ചോ കൊട്ടക്കോല് വെക്കുമ്പോൾ ഇത് നമ്മള് വെക്കണം എന്നുണ്ടാ എന്തൊക്കെ വലിയ മീൻപിടുത്തക്കാരെ വലിയ കടുവായിരുന്നു. പോരാ 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 അതിന്റെ എന്റെ മോനക്ക് മാണെന്ന് അതിപ്പോ വലിയ ശരിയായി. കടുവാണ്. കാടുവിനെ പേടിച്ചിട്ടാണ് ആ വരലെ പൊക്കി പൊക്കണ്. അടി വരും. കഴിച്ചപ്പോ നമ്മളെ ഉമ്മറിനെ കടു കുത്തിയിട്ടുണ്ട്. വരാലിട്ടാ അടങ്ങിയിരിക്കോ പക്ഷെ ഞാൻ പേടിക്കാറില്ല. വെള്ളം മാറുന്നുണ്ട്. കടു പോയാ കടുവട്ടാ. ഇതൊക്കെ കണ്ണൻ അതിലിടല്ലോ ഈ ചാട് 2.5 ചാടിപ്പോ ഇതിന് പേടിക്കാം. ചെറുതാണ് കോരിക്കാളേ എൻ്റെ അപ്പുറത്ത് ഇട്ടില്ലേ? എന്താ ഉണ്ടായത്?
അങ്ങനെ കഴിച്ചില്ലായി. അത് കൊണ്ടുപോയി നിൽക്കൂല. അയ്യോ ചെറുതാണ്. വേറൊരു മിഷനിലേ മിഷൻ കഴിയണ്ടേ അടാട്ടിട്ട് കാര്യമില്ല അതിനപ്പം തന്നെ പൊക്കിക്കാളെ അതുകൊണ്ട് കേക്കണേ കടുവിന്റെ ചാകരയാണല്ലേ. വലിയ കടുവാണ്. വലിയ കടുവാണ്. ഈ മന്ദാരം ആണ്ട് കൊണ്ട് നടക്കാന്ന്. മുട്ടിയാ മുട്ടിക്കാന്ന് അറിയും. ഇതൊക്കെ ഇങ്ങോട്ടൊരു കണ്ണം വന്നു നിങ്ങളെ കാലിൻ്റെ ബാക്കില്. ഇവിടെ കടുണ്ടായതുകൊണ്ടേ കടല്ലേ കണ്ണൊക്കെ വന്നു. പക്ഷെ കടുവിന് കടുണ്ടായതുകൊണ്ട് അമർത്താൻ പറ്റില്ല. പേടിയാണ്. നല്ല കടുവാണ്. ഉമ്മറിനായിട്ടില്ല. കുറച്ച് കുത്തിയാൽ കുറച്ച് എടുക്കേണ്ടി വരില്ല. ആ കഴിച്ചിട്ട് അടക്കെ എന്നും മറന്നടാ ഒരു ചട്ടിൽ മടക്കാൻ. അപ്പോൾ പൊരിക്കിൻ്റെ ഒക്കെ ഒരു സൈസ് നോക്കാം. സിദ്ദീഖ അടുത്ത് നല്ല സൈസ് കൊണ്ടുപോകും. സിദ്ദീഖ നല്ല മാർഗം കാണിച്ചിക്കണ നോക്കൂ. ഇവിടെ വലിച്ചോണ്ടിരിക്കടാ. ആ കെട്ട് പൊട്ടണോക്കെയായി. അവിടെ പിടിച്ചല്ലേ ഞാൻ ഇക്കൂടെ പോകും. നീ കൂടെ അങ്ങനെ പോയാൽ സുഖാതാണെങ്കിൽ നോക്കുമ്പോ ചവിട്ടുമ്പോ നോക്കണം. അപ്പോൾ ഇവിടെയുള്ള മീൻ ഇപ്പോൾ പിടിച്ചിട്ടുള്ള മീനുകൾ മാത്രം അതെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ വലിച്ച് കൊണ്ടുപോവാണ്. നല്ല വെയിറ്റ് വരുന്നുണ്ട് അത്. സൈസ് അപ്പോൾ പൊരിക്കിൻ്റെ ഒക്കെ ഒരു സൈസ് കയ്യിലിങ്ങനെ വെച്ചാൽ ഫുള്ളായിട്ടുണ്ട്. നിൽക്കവിടെ കടുണ്ട് കേട്ടാ. അവിടുന്ന് തപ്പി വരി. കടു 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 സ്പെഷ്യലിസ്റ്റ് ബിലാൽ. പൂടിയാടാ പൂടിയാടാ കണനാ കണ അടിയിലേക്ക് താമ അടിയിലേക്ക് താമോ. ഓ പൊരിക്കിൻ്റെ ഒക്കെ വലിപ്പം. അവിടെ ഇരുന്നോട്ടെ. ഈ കടുവിനെ കണ്ടെടുത്തിട്ടാ കയ്യറ്റ് പിടിക്കണ്ടേ.
ഒന്നിനും വിടരുത്. സാധിക്കാ അരിപ്പ കടുവിനെ പിടിക്കണ സ്പെഷ്യൽ ടൂള്. അത് കടുവല്ലേ, മലിഞ്ഞീനാണ്. കുഞ്ഞില് അത് പിടിച്ച് അതല്ലേ. ഗൈസ്, അപ്പോൾ ഈ ഒരു ചെറിയ തടം ഇപ്പോൾ ഇവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്തൊരിതുണ്ട്, അതാണ് ഇനി അടുത്തത്. പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ചാലാണ്. ഇത് മൊത്തം താമരക്കൊണ്ടിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് കൂടെയാണ് ഈ ഒരു ചാലും അതുപോലെ ഈ ഒരു തടവും കാര്യങ്ങളൊക്കെ. ഞാൻ നിൽക്കുന്ന ഭാഗത്ത് കംപ്ലീറ്റ് മീനൊക്കെ അതിൻ്റെ അടിയിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഇനി പിടിക്കാൻ ബാക്കിയാണ്. അതുപോലെ അവിടെ ഇതുപോലത്തെ ചെറിയ തടങ്ങളുണ്ട്, അവിടെയൊക്കെ മാറ്റി ഇനി പിടിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാതെ നിന്നൊക്കെ മീൻ പിടിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഇവിടെ നിന്ന് പിടിച്ച് ബക്കറ്റിലും നമ്മളെ കുടത്തിലൊക്കെ ആക്കുന്നത് ഇതുപോലെ വലയിലോട്ടാക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഏഴാമത്തെയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 കിലോ 10 കിലോ ആ റേഞ്ച് വരും ഈ ഒരു മീനുകൾ. അപ്പോൾ ഇതിൽ ചെറുതും വലുതും ഒക്കെ ആയിട്ട് മിക്സ്ഡാണ്. ചെറുവകയാണ്. ചെറിയ ഒരു മലിനീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ഇല്ലേ, 2 അപ്പോൾ ഇന്ന് നമ്മൾ പിടിച്ചിട്ടുള്ള മീനുകൾ കംപ്ലീറ്റ് അവിടെ നിന്ന് കൊടുന്ന് ഇതിലോട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഈ ഒരു ബോക്സിലൊക്കെ മീനുകൾ ഇരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ അതേ എല്ലാവരും കയറുന്നുണ്ട്. ഇനിയൊന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ബാക്കി മീൻപിടുത്തം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു പാർട്ടിൽ ഇനി ബാക്കി മീൻപിടുത്തവും അതുപോലെ കിട്ടിയിട്ടുള്ള ഇന്ന് പിടിച്ച് കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് മീൻ ടോട്ടൽ എത്രത്തോളം മീൻ കിട്ടിയൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.